CA Inter Law പേപ്പറിൻ്റെ സെപ്റ്റംബർ 25 എക്സാമിലേക്കുള്ള RTP ഡിസ്കഷൻ വീഡിയോ ആണിത്. നമ്മൾ MCQ വേറെ സീരീസ് ആയിട്ട് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ പ്യൂർലി ഫോക്കസ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അതും കോർപ്പറേറ്റ് ലോ, കമ്പനീസ് ആക്ടിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രാവശ്യത്തെ ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ നമുക്ക് അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. മെയ് അറ്റംപ്റ്റിൽ ഒരു ചെറിയൊരു അമെൻമെൻറ്റ് ഫോറിൻ കമ്പനിയുടെ ടോപ്പിക്കിലുണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ CA ഷാൻ ഉസ്മാൻ എന്ന ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. മേക്ക് ഷുവർ RTP ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടേ എക്സാമിൽ പോകുന്നുള്ളൂ. കഴിഞ്ഞ 3 അറ്റംപ്റ്റ് RTP ചെയ്യൽ അത്രയും നല്ലതാണ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. ബിക്കോസ് RTP നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഏത് RTP എന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ ലേറ്റസ്റ്റ് RTP എന്നല്ല, തൊട്ട് മുന്നത്തെ RTP നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോക്കാം. സോ എനിവേസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പൊതുവേ ഇപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ച് കൂടി വരികയാണ്. ആൻഡ് കഴിഞ്ഞ എക്സാമിലൊക്കെ അത്യാവശ്യം ഇവാലുവേഷനും കുറച്ച് നല്ല ഭയങ്കര പ്രൊഫഷണൽ റിക്വയർമെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളെടുത്ത് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നോക്കാം, നമുക്ക് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും ഫോക്കസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ ചെയ്യാപ്പെടാം. ആൻഡ് വെൻ ഐ ഡിസ്കസ് RTP, ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക മാത്രമല്ല ചെയ്യുക, ആ ടോപ്പിക്കിൻ്റെ ഒരു റിവിഷൻ എന്ന രീതിയിലാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യണം. വെനെവർ ഒരു ലെങ്തി ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ റിക്വയർമെൻറ്റ് ലാസ്റ്റ് സെൻറ്റൻസ് ഫസ്റ്റ് വായിച്ച് നോക്കുക. പലപ്പോഴും നമ്മൾ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. You are required to examine the validity of charges created, particularly considering the nature of the asset offered as security with reference to applicable provisions of Companies Act. ചാർജസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ചാർജസ് ചെയ്തത് നമ്മൾ ചാപ്റ്റർ നമ്പർ 6 ആണ് ചാർജസ്. എന്താ പറയുന്നത്? On 30th June, Sunrise Infratech Limited raised secured deposits amounting to 160 CR from public at an interest rate of 12% per annum. പേയബിൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് 30 months. ഓക്കെ, നോർമലി ചാർജസിൻ്റെ നമ്മൾ ഡെപ്പോസിറ്റിൻ്റെ ഇത് ചാർജുമായി ഇത് ഡെപ്പോസിറ്റിൻ്റെ അതാണ് സംഭവമാണ്, ചാർജസിൻ്റെ അല്ല. ഡെപ്പോസിറ്റിൻ്റെ നോർമൽ കാലാവധി 6 മാസം തൊട്ട് 36 മാസമാണ്. അത് 6 മാസത്തിന് ഷോർട്ടർ പീരീഡും ആക്കാൻ പറ്റും, കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അത് അവിടെ. ദ കമ്പനി ക്രിയേറ്റഡ് എ ചാർജ് വിത്തിൻ ദ പ്രിസ്ക്രൈബ് ടൈം ഇൻ ഫേവർ ഓഫ് ട്രസ്റ്റീസ് ഫോർ ഡെപ്പോസിറ്റേഴ്സ്, സെക്യൂറിംഗ് ദ ഡെപ്പോസിറ്റ്സ് ബൈ ക്രിയേറ്റിംഗ് ചാർജ് ഓവർ ദി ഫോളോയിങ് അസറ്റ്സ്: ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫാക്ടറി ഷെഡ്, ട്രേഡ്മാർക്ക്, ഗുഡ്വിൽ. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ നോർമലി ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, യു ആർ റിക്വയർഡ് ടു എക്സാമിൻ ദ വാലിഡിറ്റി ഓഫ് ചാർജ് ക്രിയേറ്റഡ്. സോ ചാർജസിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, ഡെപ്പോസിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഡെപ്പോസിറ്റിലെ റിക്വയർമെൻറ്റ് എന്താ? ഈ ഇവർ പറയണത് അസറ്റ്സിൻ്റെ നേച്ചർ. ഓക്കെ, അസറ്റ്സിൻ്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ ഇൻടാഞ്ചിബിളിൽ പറ്റൂല, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഡെപ്പോസിറ്റ് ചാപ്റ്ററിൽ നമ്മൾ എത്ര അമൗണ്ടിനുള്ള ചാർജാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഡെപ്പോസിറ്റിൻ്റെ അമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റിനെ കവർ ചെയ്യുന്ന അമൗണ്ടിനുള്ള ചാർജാണ് നമ്മൾ നോർമലി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റിൻ്റെ അമൗണ്ട് പറഞ്ഞത് 160 CR ആണ്. 160 CR ആൻഡ് അതിൽ ഇൻട്രസ്റ്റ് 12%. അപ്പോൾ ഇൻട്രസ്റ്റ് 12% പെർ ആനം ഫോർ 30 months. ഈ ക്വസ്റ്റ്യനിൽ RTPയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതെന്താ ഡിസ്കസ് ചെയ്തുതരാം. 30 monthsനുള്ളതാണ് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഡിവൈഡഡ് ബൈ ഒബ്വിയസ്ലി ഇവിടെ 12 ആണ് വരേണ്ടത്. 30 divided by 12. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് 12% പെർ ആനം തന്നിട്ടുള്ളത്. സോ ഹൗ മച്ച് വുഡ് ദാറ്റ് കം ഇഫ് വി കാൽക്കുലേറ്റ്? ലോൻ്റെ പേപ്പറിലും കാൽക്കുലേറ്റർ കൊണ്ടുപോവുക. 0.12 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 160. ദാറ്റ് ഹാപ്പൻസ് ടു ബി 48 crore. അപ്പോൾ ടോട്ടൽ എത്ര അമൗണ്ടിലുള്ള സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യണം? ടോട്ടൽ അവിടെ 208 crore വരും. ഇവിടെ ക്രിയേറ്റ് ചെയ്തത് ഇൻടാഞ്ചിബിൾ കൂട്ടില്ല, ടാഞ്ചിബിൾ മാത്രം 160 CR, അതായത് പ്രിൻസിപ്പൽ അമൗണ്ടിനുള്ള സെക്യൂരിറ്റി മാത്രം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് വാലിഡ് അല്ല. As per second proviso to section 76 of the Companies Act, every company which accepts secured deposits from public shall, within 30 days of such acceptance, create a charge on its assets. Amount of charge shall not be less than the amount of deposits accepted. അത് മാത്രം പോരാ, ഇൻട്രസ്റ്റും വേണം. അത് സബ്സിക്വൻ്റ്ലി പറയുന്നുണ്ട്. The charge shall be created in favor of the deposit holders in accordance with the prescribed rules. In respect of creation of security, rule number etc. states that the company accepting secure deposits shall create security by way of charge only tangible assets. ഇതാണ് ഒരു പോയിന്റ്. അതർ നോട്ടബിൾ പോയിന്റ്സ്: കമ്പനി cannot create charge on intangible. അപ്പോൾ ഗുഡ്വിൽ, ട്രേഡ്മാർക്ക് അതിലൊന്നും പറ്റൂല. ടോട്ടൽ വാല്യൂ ഓഫ് സെക്യൂരിറ്റി ഷുഡ് നോട്ട് ബി ലെസ് ദാൻ, മിനിമം എത്ര അമൗണ്ടുള്ള സെക്യൂരിറ്റി വേണം? അമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റഡ് ആൻഡ് ഇൻട്രസ്റ്റ് പേയബിൾ. ഈ രണ്ടും കവർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ചാർജ് ക്രിയേറ്റ് ചെയ്ത് സെക്യൂരിറ്റി വേണ്ടത്. സോ ടോട്ടൽ വാല്യൂ ഓഫ് സെക്യൂരിറ്റി, വാല്യൂ ഓഫ് അസറ്റ്സ് ഓൺ വിച്ച് ചാർജ് ഹാസ് ബിൻ ക്രിയേറ്റഡ്. നമ്മൾ ലാൻഡും ബിൽഡിംഗ്, പ്ലാന്റും ഫാക്ടറി ഷെഡ് എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ 160 CR. ടോട്ടൽ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റഡും ഇൻട്രസ്റ്റ് പേയബിളും ഇവിടെ RTPയിൽ
3 years എന്നാണ് എടുത്തത്. 3 years ആണ് 36 months വേണം, ഇവിടെ 30 months ഉള്ളൂ. സോ ദാറ്റ് ഈസ് എ പെർട്ടിക്കുലർ മിസ്റ്റേക്ക് ഓവർ ദെയർ. നമ്മൾ 3 years അല്ല എടുക്കേണ്ടത്, നമ്മൾ 30 divided by 12 അടിക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക, 208 ആണ് നമുക്ക് കിട്ടുക. ഇവിടെ 217.16 എന്നുള്ള കാൽക്കുലേഷനാണ് വന്നത്. ദാറ്റ് വാസ് എ ക്ലറിക്കൽ മിസ്റ്റേക്ക്. Why that happened, I don't know. Okay. Since the total value of security is less than the amount of deposits accepted and interest payable thereon, hence the charge is not validly created. That was deposit chapter question. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അബിയേക്കാ അഡ്ജോൺ മീറ്റിംഗ് അതിൽ കണ്ടക്ട് ചെയ്ത കാരണം ചെയർമാൻ എക്സസ് ഡിസ്ക്രിപ്ഷൻ അഡ്ജോൺമെന്റ് മീറ്റിംഗ് മെമ്പേഴ്സ് ഇൻ പ്രസന്റ് കോറമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് സാധനം. ഓക്കെ. Fatah Limited, engaged in business of electronics manufacturing, has paid up share capital 12.5 CR and shareholder base comprising of 3,500. കോറം ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യം വരുന്നുള്ളൂ, നമുക്ക് ഷെയർ ക്യാപിറ്റൽ ഒരു ആവശ്യമില്ല. ദാറ്റ് ഇസ് വേർ നമ്മൾ റിക്വയർമെൻറ്റ് ക്ലിയർലി വായിക്കാൻ നമ്മൾ ഫസ്റ്റ് വായിക്കാൻ നമ്മൾ പറയുന്നത് 3,500. എന്ത് കമ്പനി? പബ്ലിക് കമ്പനി. 3,500 മെമ്പേഴ്സ്. The company's equity shares are listed on recognized stock exchange. വലിയ ഡിഫറൻസ് ഒന്നും അത് കാരണം ഉണ്ടാവാൻ പോകുന്നില്ല. ആൻഡ് ഇറ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് സ്ട്രോങ് ഷെയർ ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, പാസ്റ്റ് എന്താണ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. 10th May 2025, Board of Directors issued a notice conveying AGM to be held on Saturday 13th June 2025. ഓക്കെ, നോട്ടീസിൻ്റെ ക്വസ്റ്റ്യനും അല്ല, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇത് ബിസിനസ് ആസ് സെക്ഷൻ 96 പ്രകാരം 9:06 PM. അതൊന്നും ഇവിടെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓരോ സ്പാർക്ക് ഉണ്ടാക്കി തരാണ്. Revision. At the company's registered office in Mangalore. For considering ordinary special business items including approval of financial statements, appointment of independent director, okay, whatever special business, ordinary business ഒക്കെ 102 expenditure statement കൊടുക്കണം എന്നുള്ള ക്രൈറ്റീരിയ അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. On the scheduled date, however, the required quorum was not present. Consequently, the meeting was adjourned to same time, same place next Saturday, that is 20th June. Okay. അപ്പോൾ ദിസ് ഇസ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ, വെർ ബൈ അവർ പറഞ്ഞ കോറം പ്രസൻറ്റ് അല്ലേ. കോറം റിക്വയർമെൻറ്റ് എത്രയെന്നടാ? 103 പബ്ലിക് കമ്പനി കോറമിൻ്റെ റിക്വയർമെൻറ്റ് പറഞ്ഞത് അപ് ടു 1000 മെമ്പേഴ്സുള്ള കമ്പനി ആണെങ്കിൽ 5 മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻറ്റ്. മോർ ദാൻ 1000 അപ് ടു 5000 ആണെങ്കിൽ 15, മോർ ദാൻ 5000 ആണെങ്കിൽ 30. ഇതൊക്കെ പേഴ്സണലി പ്രസൻറ്റിൻ്റെ ക്രൈറ്റീരിയയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾസ് മേ ഡിമാൻഡ് ഹയർ കോറം, ആർട്ടിക്കിൾസിൽ ഹയർ കോറം വേണമെന്ന് പറഞ്ഞാൽ ഇത് വേണ്ടി വരും. ഇവിടെ അതൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ കേസിൽ 3,500 മെമ്പേഴ്സുള്ള കമ്പനി എന്ന് പറയുമ്പോൾ കോറം റിക്വയർമെൻറ്റ് 15 ആണ്. അപ്പോൾ കോറല്ല, നമ്മൾ എന്ത് ചെയ്ത് അഡ്ജോൺ ചെയ്ത്. ഇൻ കണക്ഷൻ വിത്ത് ദ മീറ്റിംഗ് ആൻഡ് ഇറ്റ്സ് അഡ്ജോൺമെൻറ്റ്, ദ കമ്പനീസ് കംപ്ലയൻസ് ഓഫീസർ ഹസ് റൈസ്ഡ് ദ ഫോളോയിങ് ക്വയറീസ് ഫോർ ലീഗൽ clarification. If only 2 members are present at the adjourned meeting on 20th June, will the meeting be valid? Yes. First meeting il quorum illa. If meeting was adjourned and at the adjourned meeting also quorum is not present, number of members personally present shall be treated as quorum. ആദ്യത്തെ മീറ്റിംഗിൽ കോറല്ല, അഡ്ജോൺ ചെയ്തു. രണ്ടാമത്തെ മീറ്റിംഗിലും കോറല്ല, ഉള്ള ആൾക്കാർ കോറായിട്ട് ട്രീറ്റ് ചെയ്യും. മിനിമം 2 ആൾ വേണം കേട്ടോ. ഒരാൾ ഒറ്റയ്ക്ക് പോയിട്ട് ഐ ആം ദി കോറം, ഞാൻ ഒറ്റയ്ക്ക് മീറ്റിംഗ് നടത്താം, ഇല്ല പറ്റൂല. മിനിമം 2 ആൾ വേണം. ഓക്കെ. Assume on 30th June 16 members in 13th June എന്നാണ് നമ്മൾ ഫസ്റ്റ് മീറ്റിംഗ്. 16 members in person were present, but due to disorderly conduct by few shareholders during the proceedings, the chairman exercised the discretion and adjourned the meeting to 20th June. On that date 3 members. ഇവിടെ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പ്രശ്നം എന്താ വെച്ചാൽ, ആദ്യത്തെ മീറ്റിങ്ങിൽ കോറം ഉണ്ടായിരുന്നു, എന്നിട്ട് അടി ഉണ്ടായി. ഇത് നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. മീറ്റിങ്ങിൽ അടി ഉണ്ടായി, അപ്പോൾ കോറല്ലാതെ അഡ്ജോൺ ചെയ്തതല്ല, വെറുതെ അഡ്ജോൺ ചെയ്താൽ, വോളണ്ടറി റീസൺസ് കാരണം അഡ്ജോൺ ചെയ്താൽ, എന്നിട്ട് 3 ആളെ വന്നിട്ടുള്ളൂ. നൗ ഇവിടെ ഉള്ള ആൾക്കാരെ നമുക്ക് കോറമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂല, കാരണം ആദ്യത്തെ മീറ്റിംഗ് കോറല്ലാത്തതുകൊണ്ട് അഡ്ജോൺ ചെയ്തതല്ല. ഇവിടെ AGM ആയതുകൊണ്ട് നിങ്ങൾ വീണ്ടും അഡ്ജോൺ ചെയ്യേണ്ടി വരും. ഇനി വരാൻ പോകുന്ന മീറ്റിംഗിൽ കോറം ഇല്ലെങ്കിൽ ഉള്ള ആൾക്കാരെ കോറമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. വുഡ് സച്ച് എ മീറ്റിംഗ് ബി വാലിഡ് ഇൻ ടേംസ് ഓഫ് കോറം റിക്വയർമെൻറ്റ്? നോ. ഇവിടെ ഉള്ള ആൾക്കാർ വെച്ചിട്ട് നടത്തിയാൽ വാലിഡ് ആവില്ല. The company has approached to analyze. അപ്പോൾ ഫസ്റ്റ് കേസിൽ യെസ്, സെക്കൻഡ് കേസിൽ നോ. അക്കോർഡിംഗ് ടു സെക്ഷൻ 103 കമ്പനീസ് ആക്ട്, ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി അൺലെസ് ആർട്ടിക്കിൾസിൽ ഹയർ നമ്പർ വേണമെന്ന് പറയാത്തോടത്തോളം കാലം നമ്പർ ഓഫ് മെമ്പേഴ്സ് മോർ ദാൻ 1000 അപ് ടു 5000 മെമ്പേഴ്സുള്ള കമ്പനി ആണെങ്കിൽ 15 മെമ്പേഴ്സാണ് പേഴ്സണലി പ്രസന്റ്. കോറം ഹാഫ് ആൻ അവറിനുള്ളിൽ പ്രസന്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജോൺഡ്, സെയിം ഡേ നെക്സ്റ്റ് വീക്ക്, സെയിം ടൈം സെയിം പ്ലേസ്, അല്ലെങ്കിൽ ബോർഡ് പറഞ്ഞ വേറെ ഡേ ടൈം പ്ലേസിലേക്ക്. ഈ അഡ്ജോൺമെൻറ്റ് എക്സെപ്ഷൻ ഉണ്ട്. ഒരു പെർട്ടിക്കുലർ മീറ്റിംഗ് കോറം ഇല്ലെങ്കിൽ അഡ്ജോൺ ആവില്ല, ഡയറക്റ്റ്ലി ക്യാൻസൽഡ് ആവും. സെക്ഷൻ 100ൽ പറഞ്ഞിട്ടുള്ള റിക്വസിഷനിസ്റ്റ് കോൾ ചെയ്ത മീറ്റിംഗ്, അതായത് 100 ചെയ്ത EGM, അതായത് കമ്പനിയിലെ മെമ്പേഴ്സ് നമ്മളോട് മീറ്റിംഗ് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മീറ്റിംഗ് വിളിച്ച്, അതിൽ കോറല്ല.
അപ്പോൾ അത് പിന്നെ അഡ്ജോൺ എന്നുള്ള പരിപാടി ഒന്നുമില്ല, അത് ക്യാൻസലാണ്, ഡയറക്റ്റ്ലി ക്യാൻസലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയറക്ടേഴ്സിന് വേറെ ഡേറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റും. ഹാഫ് ആൻ അവറിനുള്ളിൽ പ്രസൻറ്റ് ആവണം, വെരി ഗുഡ്, ഹാഫ് ആൻ അവറിൽ പ്രസൻറ്റ് ആവണം. അതിന് പുറമെ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ട് ഹാഫ് ആൻ അവറിനുള്ളിൽ മാത്രം പോരാ, ത്രൂ ഔട്ട് ദ മീറ്റിംഗും വേണം. കോറം ഇല്ലാത്ത സമയത്ത് ട്രാൻസാക്ട് ചെയ്യുന്ന റെസൊല്യൂഷൻസ് ഒക്കെ വോയിഡ് ആണ്. ലൈക്ക് ഐ സൈഡ്, റിവിഷൻ ആണ്. ഇതൊന്നും ഇവിടെ കൊണ്ട് ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഇത് മൊത്തം എഴുതി കൊടുക്കരുത്, എനിക്ക് ഫുൾ അറിയാം, ഞാൻ ഫുൾ എഴുതിക്കോളാം. നോ, ഡോണ്ട് ഡു ദാറ്റ്. ചോദിച്ചാൽ മാത്രം എഴുതുക. പ്രൊവൈഡഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് അഡ്ജോൺ മീറ്റിംഗ് ഓർ ചേഞ്ച് ഓഫ് ഡേ, ടൈം, പ്ലേസ്, ദ കമ്പനി ഷാൽ ഗീവ് നോട്ടീസ്. മിനിമം 3 ഡേയ്സിൻ്റെ നോട്ടീസ് കൊടുക്കണം. അത് ഇൻഡിവിജ്വലി തന്നെ കൊടുക്കണം എന്നില്ല, ന്യൂസ് പേപ്പറിൽ കൊടുത്താലും മതി. ന്യൂസ് പേപ്പർ ഏതാ? ഇംഗ്ലീഷും വെർനാക്കുലർ ലാംഗ്വേജും. വെർനാക്കുലർ എന്ന് പറഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജ്. അപ്പോൾ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള അവിടെ സർക്കുലേഷനുള്ള 2 പേപ്പറിൽ. Quorum not present at adjourned meeting. Where quorum is not present in the adjourned meeting also within half an hour, meeting members present shall form the quorum. ഇനി അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ ഇത് പറയുമ്പോൾ കോറം പ്രസൻറ്റ് അല്ലെങ്കിൽ 20th ജൂണിൽ ഹാഫ് ആൻ അവറിനുള്ളിൽ 2 members ഷാൽ ബി ഡീം ടു ബി വാലിഡ്ലി ഹെൽഡ്. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. ഫസ്റ്റ് മീറ്റിംഗിൽ 16 ആളുണ്ടായിരുന്നു, അടി കാരണം, മിസ്ബിഹേവിയർ കാരണം മാറ്റിയതാണ്. പിന്നെ രണ്ടാമത്തെ മീറ്റിംഗിൽ 3 ആളേ ഉള്ളൂ എങ്കിൽ അത് കോറമായിട്ട് ട്രീറ്റ് ചെയ്യൂല, വീണ്ടും അഡ്ജോൺ ചെയ്യണം. AGM കമ്പൽസറി ആണ് സെക്ഷൻ 96 പ്രകാരം. അപ്പോൾ അത് നമുക്ക് ഇതാണ് ക്യാൻസൽ ചെയ്യല്ലേ, AGM കമ്പൽസറി ആണ് സെക്ഷൻ 96 പ്രകാരം. അപ്പോൾ നമ്മൾ വീണ്ടും അഡ്ജോൺ ചെയ്യും. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇതെന്താ കുറേ ഉണ്ടല്ലോ. പ്രോഫിറ്റ് ഉണ്ട്, അക്യുമുലേഷൻ, പെയ്ഡ് പ്രൊപ്പോസ് ഡിവിഡൻഡ്. ഓക്കെ, ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഉള്ള കേസിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ലോസ് അല്ല, ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ആണ്. Stridewalk Limited, a listed company engaged in manufacturing and export of premium shoes and accessories, have been undergoing financial restructuring over the past few years. After several years of operational losses and sluggish growth, the board recently appointed a new production manager, Mr. Arjun Mehra, whose strategic improvements have helped to revive the company. In light of the improved performance and renewed investors' confidence, the board of directors at the meeting held on 20th April resolved to recommend a final dividend of 50 lakh to equity shareholders. Notable development, as this would be the first dividend declaration in 8 years. കഴിഞ്ഞ 8 വർഷമായിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് എമൗണ്ട് നമ്മൾ പറഞ്ഞത് 50 ലക്ഷമാണ്. കറണ്ട് ഇയർ പ്രോഫിറ്റ് ഈ വർഷം ലോസ് അല്ല, പ്രോഫിറ്റാണ് 16 ലക്ഷം. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, അതായത് നമ്മളെ കമ്പനിയുടെ ഫ്രീ റിസർവ്സ് 170 ലാക്ക് ഉണ്ട്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 680 ലാക്ക് ഉണ്ട്. പ്രൊപ്പോസ് ഡിവിഡൻഡ് 50 ലാക്ക് ഇസ് ഇൻറ്റൻഡഡ് ടു ബി ഫണ്ടഡ് പാർട്ട്ലി ഫ്രം കറണ്ട് ഇയർ പ്രോഫിറ്റ് ആൻഡ് പാർട്ട്ലി ഫ്രം അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അപ്പോൾ കറണ്ട് ഇയർ പ്രോഫിറ്റ് നിന്ന് കൊടുക്കും, ബാക്കി 36 നമ്മൾ റിസർവ്സിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. റിസർവ്സ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ സെക്ഷൻ 123 റിസർവ്സ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ 3 കണ്ടീഷൻസ്. ഡിവിഡൻഡ് റേറ്റ് ഷാൽ നോട്ട് എക്സീഡ് ആവറേജ് ഡിവിഡൻഡ് റേറ്റ് ഓഫ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയർ. പക്ഷേ ഈ പോയിന്റ് ബാധകമാവില്ല ഇഫ് കഴിഞ്ഞ 3 വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ. നമ്മളെ ക്വസ്റ്റ്യന് കഴിഞ്ഞ 8 വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ല, അപ്പോൾ ഈ പോയിന്റ് വരില്ല. ഇനിയുള്ള 2 പോയിന്റ്സിൽ വിച്ചെവർ സ്ലോവർ ആണ് നമുക്ക് നോക്കേണ്ടത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സിൻ്റെ 10%-നേക്കാളും കൂടാൻ പാടില്ല റിസർവ്സ് നിന്ന് വിത്ഡ്രോ ചെയ്യണ എമൗണ്ട്. റിസർവ് നിന്ന് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ റിസർവിൽ ഉണ്ടാവേണ്ട ബാലൻസ് 15% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ താഴെ പോകാൻ പാടില്ല, മിനിമം അത്രയെങ്കിലും വേണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഷാൽ നോട്ട് എക്സീഡ് ആണ് മാക്സിമം. ഇത് ലാസ്റ്റ് പറഞ്ഞത് മിനിമം ഇത്ര ബാലൻസ് എങ്കിലും വേണം. അപ്പോൾ ഇവർ ഇപ്പോൾ വിത്ഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്ര? 34 ലാക്കാണ്. 34 ലാക്ക്. കണ്ടീഷൻസ് പ്രകാരം ഞാൻ ICAയുടെ പാറ്റേൺ പ്രകാരം എല്ലാം ഇവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ ഗോ ബൈ ICA പാറ്റേൺ. ഇൻഫാക്ട് അതാണ് അഡ്വൈസബിൾ. ഞാൻ ആദ്യം എൻ്റെ പാറ്റേൺ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ICAയുടെ പാറ്റേൺ നോക്കാം. നമ്മൾ ഈ കണ്ടീഷൻസിൽ വിച്ചവർ സ്ലോവർ ആണല്ലോ നോക്കണം. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 10% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ്, അതാണ് നമുക്ക് മാക്സിമം പോകാൻ പറ്റുക. 680, 170, 850. അതിൻ്റെ 10% എന്താ മാക്സിമം നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് വിച്ച് ഈസ് 85 ലാക്ക്. ഓക്കെ, നമ്മളിവിടെ വിത്ഡ്രോ ചെയ്യണ എത്ര? വെറും 34 ലാക്കേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ. തേർഡ് കണ്ടീഷൻ, റിസർവിൽ ഉണ്ടാവേണ്ട ബാലൻസ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 15%. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 680 ഇൻറ്റു 15% 102 ആണ് റിസർവിൽ ബാലൻസ് വെക്കേണ്ടത്. റിസർവിൽ ടോട്ടൽ ഉള്ളത് എത്ര? റിസർവിൽ ടോട്ടൽ ഉള്ളത് 170 ആണ്. അപ്പോൾ 170
കുറച്ചാൽ 68 നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. നമ്മൾ ആകെ വിത്ഡ്രോ ചെയ്യുന്നത് 34 ആണ്. 34 കൊടുക്കാൻ പറ്റുമോ? യെസ് പറ്റും, ഒരു കുഴപ്പമില്ല. ലോവർ ഈ രണ്ടിൽ വിച്ച് എവർ ഇസ് ലോവർ എന്ന് പറഞ്ഞാൽ 68 വരെ കൊടുക്കാം, അതാണ് ലോവർ. നൗ ഇവിടെ ചെയ്തിട്ടുള്ള മെത്തേഡ് ഈ രീതിയിലല്ല. ഇപ്പോൾ ഞാൻ ചെയ്ത ഈ മെത്തേഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ഡിസ്കസ് വിത്ത് യു എങ്ങനെയാണ് ICA ചെയ്തത് എന്നുള്ളത്. According to second proviso, section 123, where in a year there are no adequate profits for declaring dividend, the company may declare out of accumulated profits earned in the previous years and transferred to free reserves in accordance with the procedure. Rules will be a procedure. Free reserves means such reserves as per latest audited balance sheet available for distribution as dividend. In condition 1 എന്താ? Rate of dividend declared shall not exceed average rate of immediately preceding 3 financial year. പക്ഷേ കഴിഞ്ഞ 8 വർഷമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കണ്ടീഷൻ ഷാൽ നോട്ട് അപ്ലൈ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ മൂന്നിലും വിച്ച് എവർ ഇസ് ലോവർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞ 3 വർഷത്തെ ഡിവിഡൻഡ് റേറ്റ് 0 + 0 + 0 ഡിവൈഡഡ് ബൈ 3 0. ബാക്കി രണ്ടെണ്ണം നോക്കുക, വിച്ച് എവർ ഇസ് ലോവർ 0. അല്ല, അങ്ങനെയല്ല ചെയ്യുക. ഈ ഫസ്റ്റ് കണ്ടീഷൻ ആപ്ലിക്കബിൾ ആവില്ല നമ്മൾ കഴിഞ്ഞ 3 വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ. സെക്കൻഡ് കണ്ടീഷൻ, total amount to be drawn from accumulated profits shall not exceed 10% of paid up share capital and free reserves. Okay. Third condition, drawn amount shall first be utilized to set off losses in the financial year. നമ്മൾ ലോസ് ഡിപ്രീസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം ഈ വിത്ഡ്രോ ചെയ്യുന്ന എമൗണ്ട് ലോസ് ഒക്കെ ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് ഡിവിഡൻഡ് കൊടുക്കാൻ പാടുള്ളൂ. ബട്ട് ഇവിടെ നമുക്ക് ലോസ് ഒന്നും എന്താ പറയുക, ഈ വർഷം നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്, ഈ വർഷം നമുക്ക് ലോസ് ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്തിട്ടേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ബാലൻസ് ഇൻ ദ റിസർവ്സ് ആഫ്റ്റർ സച്ച് വിത്ഡ്രോവൽ ഷാൽ നോട്ട് ഫോൾ ബിലോ 15%. 15% മിനിമം ബാലൻസ് വേണം. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 15%. അപ്പോൾ ഇനി ഇവരെ കേസിൽ 16 lakh ഇൻസഫിഷ്യൻ്റ് ആണ് 50 ലക്ഷം ഡിവിഡൻഡ് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ബാലൻസ് നമ്മൾ ഇവിടുന്ന് എടുക്കുക. അപ്പോൾ ടോട്ടൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് 50. ഈ വർഷത്തെ പ്രോഫിറ്റ് 16. അപ്പോൾ നമ്മൾ വിത്ഡ്രോ ചെയ്യണത് 34. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് 170. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി 680. അപ്പോൾ 680 + 170 850. ഫസ്റ്റ് കണ്ടീഷൻ 10% എന്ന് പറയുമ്പോൾ 85 lakh വന്നു. ഫസ്റ്റ് കണ്ടീഷൻ നോട്ട് ആപ്ലിക്കബിൾ കേട്ടോ. ആ വർഷം നമുക്ക് ഇതില്ല, എന്താ പറയുക, കഴിഞ്ഞ 3 വർഷത്തെ ഡിവിഡൻഡ് റേറ്റ് ഇല്ല. ഇത് സെക്കൻഡ് കണ്ടീഷൻ 85 lakh. ദ കമ്പനി ഹാസ് സിൻസ് മെയ്ഡ് പ്രോഫിറ്റ്സ്. ഓക്കെ. ഫ്രീ റിസർവ്സ് പ്രോഫിറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ നമ്മൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്ന വിഷയം വരുന്നില്ല, ലോസ് അല്ല. ഫ്രീ റിസർവ്സ് അമൗണ്ട് ഡ്രോൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് 34 lakh ആണ്. ബാലൻസ് ഇൻ ദ റിസർവ് ഈ 34, ഇതാണ് ICA മെത്തേഡ്. 34 വിത്ഡ്രോ ചെയ്താൽ പിന്നെ റിസർവിലുള്ള ബാലൻസ് 15% ഉണ്ടോ ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് നോക്കുന്നത്. 170 ആണ് ഫ്രീ റിസർവിലുള്ളത്. 34 വിത്ഡ്രോ ചെയ്താൽ 136 ഉണ്ട്. 15% പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 102 ഉണ്ട്. നമ്മൾ നേരെ 170 102 ഡിഡക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടിങ് ഫിഗർ 170 102 68 വരെ വിത്ഡ്രോ ചെയ്യാൻ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ ചെയ്തത്. അതിപ്പോൾ മാക്സിമം ഡിവിഡൻഡ് എത്ര കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫിഗർ കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ 34 അതിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ട് എന്ന് കാണുകയാണ്. സോ ഇറ്റ് ഈസ് അലൗഡ്. ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ സിൻസ് ഓൾ ദ കണ്ടീഷൻസ് ആർ മെറ്റ്, അവർ വാലിഡ്ലി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ജനറൽ ആയിട്ടുള്ള യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള ടോപ്പിക് അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അതിൻ്റെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ട്സ്, സാറേ ഇവിടെ എന്താ ലോസ് അങ്ങനെ, ഇവിടെ എന്താ ഈ സംഭവം അങ്ങനെ, ഈ കാൽക്കുലേഷൻ മനസ്സിലായില്ല. ഐ ഹോപ്പ് യു ആർ അവെയർ നമ്മളൊരു ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നമ്മൾ റെഗുലർ ബേസിസിൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സൊക്കെ പേഴ്സണലി എനിക്ക് വാട്സാപ്പിൽ അയക്കുന്ന ഡൗട്ട് ഞാൻ അതിൽ ഷെയർ ചെയ്യാറുണ്ട്. അതിൻ്റെ ക്വയറി സോൾവ് ചെയ്യാറുണ്ട്. ആൻഡ് അതിൽ സെക്ഷൻ നമ്പർ ടോപ്പിക് നമ്പർ എഴുതിയിടും. സോ ദാറ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കീവേഡ് വെച്ചിട്ട് സെർച്ച് ചെയ്താൽ ഡൗട്ട് അവിടെ ഉണ്ടാവും. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നുമില്ല, അറ്റ്ലീസ്റ്റ് ഡെയിലി ബേസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡൗട്ട് ഒന്ന് കേട്ട് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് റിവിഷൻ പോലെ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും. സോ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മേക്ക് ഷുവർ ജോയിൻ ചെയ്യുക എന്നുള്ളത്. New Sales Private Limited, a company engaged in the business of trading heavy duty paper tapes, with reference to loan provisions, examine advise whether റിവൈസ് ചെയ്യാൻ പറ്റുമോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളത്. അതേതാ സെക്ഷൻ? വോളണ്ടറി റിവിഷനാണ് ചോദിക്കുന്നത്. 131 ചാപ്റ്റർ നമ്പർ 9 അക്കൗണ്ട്സ് ഉള്ള ചാപ്റ്ററിൽ സെക്ഷൻ 130 കോർട്ട് അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഓർഡർ വന്നുള്ള റിവിഷനാണ്. 131 വോളണ്ടറി റിവിഷൻ. കഴിഞ്ഞ 3 വർഷത്തെ അക്കൗണ്ട്സ് റിവൈസ് ചെയ്യാൻ പറ്റും, ഒറ്റ റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ പേപ്പർ ടൈപ്പ് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ടേൺ ഓവർ 130 CR, നെറ്റ് പ്രോഫിറ്റ് 9.2, ഇതൊക്കെ ഞാൻ പറഞ്ഞത്. അത് റിക്വയർമെൻറ്റ് വായിക്കാം. മറ്റേ ഇതിപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ്, ടേൺ ഓവർ, ആർ ദേ ടോക്കിംഗ് അബൌട്ട് ഡെപ്പോസിറ്റ്, എലിജിബിൾ കമ്പനിയുടെ ക്രൈറ്റീരിയ ആണോ പറയാൻ പോണത്? ഇനിയിപ്പോൾ എന്താണ്, ഇൻറ്റേർണൽ ഓഡിറ്റ് അല്ല എന്തായാലും. നെറ്റ് പ്രോഫിറ്റ്, ടേൺ ഓവർ, CSRൻ്റെ ആപ്ലിക്കബിലിറ്റി ആണോ? നെറ്റ് പ്രോഫിറ്റ് 5 CR, നെറ്റ് വർത്ത് 500, ടേൺ ഓവർ 1000 CR,
നഫറാണോ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് വായിക്കുക. ഡ്യൂറിങ് ദ സെയിം ഫിനാൻഷ്യൽ ഇയർ ദ കമ്പനീസ് ലോങ് സെർവിങ് CFO മിസ്റ്റർ രാം റിട്ടയർഡ്. ഹെൽത്ത് ഇഷ്യൂസ് കാരണം റിട്ടയർമെൻറ്റ് എന്നിട്ട് ശ്യാം വന്നു. ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. 2 decades of experience. Financial reporting was appointed as a new CFO. Assuming his duties and renewing the company's past financial and Shyam noted certain material classification errors. നോക്കി ഇവിടെ നിന്നാണ് വിഷയം തുടങ്ങുന്നത്. ഇത് മേലെ പറഞ്ഞ മൊത്തം പുകയാണ്. അതിന് മുന്നത്തെ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെ. Concerned about the potential implications of these discrepancies, Shyam advised the board എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക എന്നുള്ളത്. ഈവൻ ദോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹാവ് ഓൾറെഡി ബീൻ അഡോപ്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല. റിവൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കണം. 21-22 അല്ലേ പറയണേ. ഫിനാൻഷ്യൽ 24-25 ടേൺ ഓവർ 130 CR. 24-25 ഡ്യൂറിങ് ദ സെയിം ഫിനാൻഷ്യൽ കമ്പനീസ്. അപ്പോൾ ഈ വർഷമാണ് പഴയ CFO പോയത്, പുതിയ CFO ഒക്കെ വരുന്നത്. സോ കറണ്ട് ഇയർ ഇസ് 24-25. അതിൻ്റെ ബാക്കത്തെ 3 വർഷം എന്ന് പറഞ്ഞാൽ 23-24, 22-23, 21-22. യെസ് പറ്റും. വിതിൻ 3 years ആണ്, കുഴപ്പമില്ല. കമ്പൽസറി റിവിഷൻ 130 കോർട്ട് അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഓർഡർ വന്നാണെങ്കിൽ 8 വർഷം പറ്റും. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഹയർ പീരീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഹയർ പീരീഡ്. ഇവിടെ നമ്മൾ വോളണ്ടറിലി അപ്ലൈ ചെയ്യുമ്പോൾ 3 വർഷമേ പറ്റുള്ളൂ. 131 ഡയറക്ടേഴ്സ് എപ്പോഴൊക്കെയാണ് റിവിഷൻ്റെ കേസ് വരിക? 2 ഫാക്ടേഴ്സ്. നിങ്ങളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 129 കംപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ബോർഡ് റിപ്പോർട്ട് 134 കംപ്ലൈ ചെയ്യുന്നില്ല. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വന്നാൽ മാത്രമേ നമ്മൾ റിവിഷൻ്റെ പിക്ചർ തന്നെ വരുന്നുള്ളൂ. ബോർഡ് റിപ്പോർട്ടിൻ്റെ സെക്ഷൻ 134, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 129 കംപ്ലൈ ചെയ്യുന്നില്ല. ദേ മേ പ്രിപ്പയർ റിവൈസ്ഡ് FS ഓർ ബോർഡ് റിപ്പോർട്ട് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഓഫ് ദ 3 preceding financial years ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ട്രൈബ്യൂണൽ അപ്രൂവൽ വേണം. നമ്മൾ അപ്ലൈ ചെയ്യണം. ബോർഡ് തീരുമാനം എടുത്ത 14 days നമ്മൾ അപ്ലൈ ചെയ്യുക. ട്രൈബ്യൂണൽ പാസ് ചെയ്യുന്ന ഓർഡറിൻ്റെ കോപ്പി നമ്മൾ ROCക്ക് അയച്ചു കൊടുക്കുക. ROCക്ക് എപ്പോഴും അയച്ചു കൊടുക്കുക? സാധാരണ ROCക്ക് അയച്ചു കൊടുക്കുന്ന പീരീഡ് 30 days ആണ്. വിത്തിൻ 30 days ഓഫ് റെസീറ്റ് ഓഫ് സർട്ടിഫൈഡ് കോപ്പി. അപ്പോൾ ഇവിടെ ശ്യാം അഡ്വൈസ് ചെയ്തു അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആർ പെർട്ടൈനിങ് ടു നോട്ട് ലേറ്റർ ദാൻ 3 preceding. യെസ്, വിത്തിൻ ദ പീരീഡ് ആണ്. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്ലൈ ചെയ്യുക, ട്രൈബ്യൂണലിൽ റിവൈസ് ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്യുക. നമ്മൾ വോളണ്ടറി റിവിഷൻ നമ്മൾ ട്രൈബ്യൂണലിലേ പോകുള്ളൂ. 130 കോർട്ട് അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഓർഡർ വരിക എന്നുള്ളത് അവിടെ അപ്ലൈ ചെയ്യണത് CG, SEBI, IT അവർ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കോർട്ടിലും പോവാം, ട്രൈബ്യൂണലിലും പോവാം. കമ്പനി വോളണ്ടറി റിവിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ട്രൈബ്യൂണലിലേ പോകുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് കമ്പനീസ് ആക്ട്. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്യൂരിറ്റി ഷെയർസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ലോക്ക് ഇൻ പീരീഡ് എത്ര എന്നുള്ളതും. ഇത് അത് ആൻസറാണ്. ഓക്കെ, ലോക്ക് ഇൻ പീരീഡ് ജസ്റ്റിഫൈ. ലോക്ക് ഇൻ പീരീഡ് എത്രടാ? 3 വർഷമാണ് ലോക്ക് ഇൻ ചെയ്ത് വെക്കുക. സൈസ് ഓഫ് സെക്യൂരിറ്റി എത്ര ഇഷ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സെക്യൂരിറ്റി ഷെയർസിൻ്റെ എത്ര പേര് ഇഷ്യൂ ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റാർട്ടപ്പ് ആണ്. സ്റ്റാർട്ടപ്പിന് ടോട്ടൽ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 50% വരെ ഇഷ്യൂ ചെയ്യാൻ പറ്റും. പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ 50% വരെ. ഇൻഡിവിജ്വൽ ലിമിറ്റും ഉണ്ട്. ഇൻഡിവിജ്വൽ ലിമിറ്റ് നമുക്ക് എത്രയായിരുന്നു? 15% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓർ 5 CR വിച്ച് എവർ ഇസ് ഹയർ. അത് ഇൻഡിവിജ്വൽ ലിമിറ്റ്. ക്യുമുലേറ്റീവ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 25%. അല്ല, നോർമൽ കമ്പനി 25%. അവിടെ സ്റ്റാർട്ടപ്പിന് മാത്രം എക്സെപ്ഷൻ 50% പറ്റും. ഈ ആദ്യത്തെ 10 കൊല്ലം വരെ ഞങ്ങൾ സ്റ്റാർട്ടപ്പായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ DPIIT പ്രകാരം. കാരണം സ്റ്റാർട്ടപ്പിലാണ് നമുക്ക് മാക്സിമം ആൾക്കാരെ റീറ്റെയിൻ ചെയ്യാനും ഇന്നോവേഷനുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മൾ ഈ ടോപ്പ് ലെവൽ എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും റീറ്റെയിൻ ചെയ്യാനുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അവരെ ഗവൺമെൻറ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് 50% റേഷ്യോ ചെയ്യാനുള്ള ഇളവ് കൊടുത്തിട്ടുണ്ട്. 2018 ദ കമ്പനി ഈസ് ബൂമിങ് ആൻഡ് യങ്ങർ ജനറേഷൻ വർക്ക് ചെയ്യാൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇങ്ങനെയൊക്കെയാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണ്? നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇത് ഓതറൈസിൻ്റെ ആവശ്യമില്ല. ഇക്വിറ്റി ക്യാപിറ്റൽ എത്ര? ഇക്വിറ്റി ക്യാപിറ്റൽ 5 കോടിയാണ്. 5 കോടിയാണ് ക്യാപിറ്റൽ എങ്കിൽ അതിൻ്റെ പകുതി 2.5 കോടി വരെ ഇഷ്യൂ ചെയ്യാൻ പറ്റും. $50 lakh ഷെയർസ് അല്ലേ, 25 lakh ഷെയർസ് വരെ ഇഷ്യൂ ചെയ്യാം. 30% ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 30% എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ? 15 ലക്ഷം ഷെയർസേ അവർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നോ പ്രോബ്ലം, ധൈര്യമായിട്ട് പോയിക്കോളി. നോർമൽ കമ്പനിക്ക് 25, സ്റ്റാർട്ടപ്പിന് 50 പറ്റും. ആസ് ഇക്വിറ്റി ക്ലാസ് ഓഫ് ഡയറക്ടേഴ്സ് പെർമനന്റ് എംപ്ലോയി. കണ്ടീഷൻ വാസ് 2/88 സെക്യൂരിറ്റി ഷെയർസിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞത്. 2/88 അവിടെ മീൻസ് ഷെയർസ് ഇഷ്യൂ ടു ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ് ഓഫ് ദി കമ്പനി അറ്റ് ഡിസ്കൗണ്ട് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ഫോർ പ്രൊവൈഡിംഗ് നോ ഹൗ, വാല്യൂ അഡീഷൻ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി
by whatever name called. Our directors, any director, employee, permanent employee who has worked for the company in India or outside India. അപ്പോൾ പെർമനൻറ്റ് എംപ്ലോയി ആവണം, അതൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. മോട്ടിവേറ്റ് ചെയ്യുക, മേക്കിംഗ് അവർ കമ്പനിയുടെ ഗ്രോത്തിൽ പാർട്ട്ണർ ആക്കുക, സെക്യൂരിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു. ലോക്കിൻ പീരീഡ് 5 years പറ്റൂല, 3 years പറ്റുള്ളൂ. അപ്പോൾ റെസൊല്യൂഷൻ പാസ് ചെയ്ത് 15 ലക്ഷം സെക്യൂരിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 25 ആണ്. ടു ബി ഇഷ്യൂഡ് അറ്റ് കൺസിഡറേഷൻ ഓഫ് 5 per share. ഡിസ്കൗണ്ടിൽ പറ്റുമോ? യെസ് പറ്റും. ഡിസ്കൗണ്ട് സെക്ഷൻ 53 നോർമലി ഇഷ്യൂ ചെയ്യാൻ പാടില്ല, ബട്ട് അതിൻ്റെ എക്സെപ്ഷൻ ആണ് സ്വെറ്റ് ഇക്വിറ്റി. അത് പറ്റും, അതൊന്നും കുഴപ്പമില്ല. 15 ലക്ഷം ഈസ് വിത്തിൻ ദ ലിമിറ്റ്. നമുക്ക് 25 ലക്ഷം വരെ ഇഷ്യൂ ചെയ്യാൻ പറ്റും. വെദർ ദ സൈസ്? യെസ്. ലോക്കിൻ പീരീഡ്? നോ. സെക്ഷൻ 53 ആണ് സെക്യൂരിറ്റി ഷെയർസിൻ്റെ കണ്ടീഷൻസ് പറയുന്നത്. ഡെഫിനിഷൻ 2/88. കമ്പനി ഷാൽ നോട്ട് ഇഷ്യൂ ഡിസ്കൗണ്ട്. 53 സെക്യൂരിറ്റി അല്ല, മാറിപ്പോയി. 53 ഡിസ്കൗണ്ട് ആണ്. 54 സെക്യൂരിറ്റി. കം ഓൺ സു, വാട്ട് ആർ യു ഡൂയിങ്? 52 പ്രീമിയം, 53 ഡിസ്കൗണ്ട്, 54 സെക്യൂരിറ്റി ഷെയർസ്, സെക്യൂരിറ്റി 55 പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ ഇതിൽ 53 ഡിസ്കൗണ്ടിൻ്റെ എക്സെപ്ഷൻ ആണ് 54 സെക്യൂരിറ്റി ഷെയർസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പോയിന്റ് റെസ്പെക്ട് ചെയ്യാം കേട്ടോ. 5 per share ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യണത്. ഇവരെ ഫേസ് വാല്യൂ എത്ര? 10 രൂപയാണ്. 10 രൂപേനേക്കാൾ കുറഞ്ഞ എമൗണ്ടാണ് ഇഷ്യൂ ചെയ്യണത്. നോർമലി പാടില്ല, സെക്യൂരിറ്റി പറ്റും. 54 സ്റ്റേറ്റ് സെക്യൂരിറ്റി ഷെയർസ് ആർ ടു ബി ഇഷ്യൂഡ് ടു കീപ് ദ എംപ്ലോയീസ് മോട്ടിവേറ്റഡ്. അതൊക്കെ അവിടെ കട്ടെ. 54 മെൻഷൻസ് പ്രൊവിഷൻസ് അഡ്ഹേർഡ് ടു കമ്പനി, അത് അവിടെ കട്ടെ. കണ്ടീഷൻസ് 54 പ്രകാരം ക്ലാസ് ഓഫ് ഷെയർസ് സെയിം ക്ലാസ് ആയിരിക്കണം. ഷെയർസ് നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് സെയിം ക്ലാസ് ആയിരിക്കണം. ഓക്കെ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യാം. ഓക്കെ, കറക്റ്റാണ്. പിന്നെ ആൻസർ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. കറണ്ട് മാർക്കറ്റ് പ്രൈസ് കൺസിഡറേഷൻ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യും, മെൻഷൻ ചെയ്യും. പണ്ടൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, മിനിമം 1 year എങ്കിലും കഴിയണം. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ബിസിനസ് കമൻസ് ചെയ്തിട്ട് 1 year എങ്കിലും കഴിയണം. അതൊക്കെ ഇപ്പോൾ എടുത്ത് ഒഴിവാക്കി. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒന്നും ഇപ്പോൾ ഇല്ല, പക്ഷേ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ചില സിറ്റുവേഷനിൽ. ഇനി ലിമിറ്റ് എത്രയാണ്? സ്റ്റാർട്ടപ്പിന് നോട്ട് എക്സീഡിങ് 50% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 വർഷം വരെ ഇഷ്യൂ ചെയ്യുക. ലോക്കിൻ പീരിയഡ് എത്ര? 3 വർഷം. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ആൻസർ നോക്കുക. 30 ഇഷ്യൂ ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ, 50 വരെ പറ്റുമല്ലോ, അപ്പോൾ അത് കുഴപ്പമില്ല, ഇത് പറ്റും. 15 lakh ഷെയർസ് ഈസ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് 25 lakh. ടോട്ടൽ 50 lakh ഷെയർസ് ആണ് കേട്ടോ. അതിൽ 15 lakh ആണ് അവർ ഇഷ്യൂ ചെയ്യണത്, വിച്ച് ഈസ് വിത്തിൻ ദ ലിമിറ്റ്. 25 lakh വരെ ഇഷ്യൂ ചെയ്യാൻ പറ്റും സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട്. ലോക്കിൻ പീരീഡ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, 5 വർഷമല്ല 3 വർഷമാണ്. ശുഭം ലിമിറ്റഡ് ഇസ് എ ഹോൾഡിംഗ് കമ്പനി ഓഫ് വൈഭവ് പ്രൈവറ്റ് ലിമിറ്റഡ്. വൈഭവ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ടേൺ ഓവർ 1.8 CR, ക്യാപിറ്റൽ 80 lakh. ബോർഡിന് ഇവരെ സ്മോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. കാം ഓൺ. സ്മോൾ കമ്പനി 2/85. സ്മോൾ കമ്പനി മീൻസ് എ കമ്പനി അതർ ദാൻ പബ്ലിക് കമ്പനി ഹൂസ് paid up share capital does not exceed 50 lakh. Such higher amount as may be prescribed, not exceeding 10 CR. Turnover does not exceed 2 CR. Such higher amount as may be prescribed, not exceeding 100 CR. എന്നിട്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞ റൂൾസിൽ 4ഉം 40ഉം പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് ഫുൾ എഴുതണം, ഈ ആൻസറിൽ ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബട്ട് ഞാൻ തന്നെ വേറൊരു വീഡിയോയിൽ ഹൗ ടു പ്രസൻറ്റ് ലോ എന്നുള്ള വീഡിയോ യൂട്യൂബിൽ ചെയ്തപ്പോൾ അതിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ICAI ഡിഫൈൻ സ്മോൾ കമ്പനിയുടെ ക്വസ്റ്റ്യനിൽ ഫുൾ എഴുതിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ ആക്റ്റിൽ പറഞ്ഞ ലിമിറ്റ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 4ഉം 40ഉം വന്നതല്ല, 4ഉം 40 റൂൾസിൽ പറഞ്ഞതാണ്. അപ്പോൾ ICAI മറ്റോടത്ത് ഫുൾ എഴുതിയിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ്റെ ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആൻഡ് ഇത് പണ്ടും വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അന്നും ICAI ഇത് മാത്രമേ എഴുതിയിട്ടുള്ളായിരുന്നു റൂൾസിൽ പറഞ്ഞത്. നമ്മൾ ഫൈനൽ ആൻസർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 4ഉം 40ഉം കൺസിഡർ ചെയ്യുക. ബട്ട് ഫുൾ പ്രൊവിഷൻ പാരഗ്രാഫൊക്കെ എഴുതുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് എഴുതുക, അതാണ് ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ. ഇവർക്ക് സ്മോൾ കിട്ടുമോ? കിട്ടൂല. കാരണം പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് ഇൻ ദിസ് ക്ലോസ്, ഈ ക്ലോസിൽ പറഞ്ഞതൊന്നും ബാധകമാവില്ല. ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി, സെക്ഷൻ 8 കമ്പനി, കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ സ്പെഷ്യൽ ആക്ട്, ഈ 3 ആൾക്കാർക്ക് ഈവൻ ഇഫ് വിത്തിൻ ദ ലിമിറ്റ് ആണെങ്കിലും സ്മോളുടെ സ്റ്റേറ്റസ് കിട്ടൂല. അപ്പോൾ ഇവരെ കേസിൽ ഇവർ പ്രൈവറ്റ് കമ്പനിയാണ്, പക്ഷേ അവരൊരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറിയാണ്. സബ്സിഡറി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മോൾ എന്നുള്ള സ്റ്റേറ്റസ് കിട്ടൂല. ബാക്കിയൊക്കെ വിത്തിൻ ദ ലിമിറ്റഡാ. ക്യാപിറ്റൽ 4 കോടി വരെ പറ്റും, ടേൺ ഓവർ 40 കോടി വരെ പറ്റും. ഇവർക്ക് അത്രയൊന്നുമില്ല. പക്ഷേ അപ്പോൾ 2/85 പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 4, ടേൺ ഓവർ 40. ഡയറക്ട്ലി റൂൾസിലെ പോയിന്റ് എഴുതിയിട്ടുള്ളൂ. മീൻസ് എ കമ്പനി അതർ ദാൻ പബ്ലിക് കമ്പനി, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഒഴിവാക്കാൻ പാടില്ല. പബ്ലിക് കമ്പനിക്ക് സ്മോൾ എന്നുള്ള സ്റ്റേറ്റസ് കിട്ടൂല. ഇവിടെ ഫുൾ എഴുതി കൊടുക്കുക എന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഹോൾഡിംഗ് സബ്സിഡിക്ക് സ്റ്റേറ്റസ് കിട്ടൂല, സെക്ഷൻ 8 കിട്ടൂല, സ്പെഷ്യൽ ആയിട്ടുള്ളവർക്ക് കിട്ടൂല. അപ്പോൾ ഈ കേസിൽ വൈഭവ് പ്രൈവറ്റ് ലിമിറ്റഡ് അതൊക്കെ അവർ പക്കയാണ്. ഇതൊക്കെ ഫാക്റ്റിൻ്റെ ഏരിയ കേട്ടോ. അപ്പോൾ അവർ സ്മോൾ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തൂല. അപ്പോൾ CS പറഞ്ഞത് കറക്റ്റാണ്. ദാറ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അവർ ചോദിച്ചത് സ്മോൾ കമ്പനി ആണോ അല്ലേ എന്നുള്ളതല്ല, എക്സാമിൻ ദ കറക്റ്റ്നെസ് ഓഫ് അഡ്വൈസ് ഓഫ് CS പറഞ്ഞത് ശരിയാണോ എന്നുള്ളത്. അതായത് ഡയറക്ടേഴ്സിന് സ്മോൾ എന്നുള്ള സ്റ്റേറ്റസ് എടുക്കണം, CS സ്മോൾ എന്നുള്ള സ്റ്റേറ്റസ് കിട്ടൂല എന്നാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ ഒരു പഴയ, ഇതുവരെയുള്ളതൊക്കെ പുതിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതൊരു പഴയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അടിച്ചുവിട്ട് പറഞ്ഞത്. വീഡിയോ മാക്സിമം ഷോർട്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്. മറ്റേ നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ തന്നെ ധാരാ ഇത്ര മിനിറ്റിൻ്റെ വീഡിയോ ആണ് നമുക്ക് കാണാൻ വയ്യ എന്നുള്ള രീതിയിൽ. ഇഫ് യു വാണ്ട് ഇൻ ഡീറ്റെയിൽ, ഇത് പൊതുവേ പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ് സ്മോൾ കമ്പനിയുടെ ക്വസ്റ്റ്യൻ.
ഡൗട്ട്സും കുറേ വരാറുണ്ട്. ഹൗ ടു പ്രസൻറ്റ് ലോ എന്നുള്ള വീഡിയോയിൽ ടിപ്സ്, പ്രസൻറ്റേഷനിൽ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞ് പിന്നെ 4 ക്വസ്റ്റ്യൻ പ്രാക്ടിക്കലി സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ സ്മോൾ കമ്പനിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒന്ന് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഇതേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് സീരീസ്. അടുത്ത സീരീസിൽ നമുക്ക് അതർ ലോൻ്റെ ക്വസ്റ്റ്യൻസും MCQ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് മീ നോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ. നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ദാറ്റ് എൻകറേജസ് മീ ടു ഡു മോർ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റിയും ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ.